ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾക്ക് എല്ലാ ദിവസവും നമ്മളുടെ വീട്ടിലേക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ഹോം ഹാക്സ് ആണ്. ഈ ഹാക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് വീടിൻ്റെ പല ഭാഗങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാനും ടൈഡി ആയിട്ട് വെക്കാനും അതേപോലെ തന്നെ ക്ലീൻ ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഹാക്സ് ആണ്. അപ്പോൾ കണ്ടു നോക്കാം ഏതൊക്കെയാണെന്ന്. അതിൽ ആദ്യത്തെ ഹാക്ക് എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ വാഷ്റൂമിൽ ആ ഒരു വാഷ് ബേസിൻ്റെ സൈഡിലായിട്ട് നമ്മൾക്ക് എല്ലാ ദിവസവും വേണ്ടിയതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് വെക്കാനായിട്ട് നമുക്കൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു തട്ടിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോർണർ സ്റ്റാൻഡ് യൂസ് ചെയ്യാം. കോർണർ സ്റ്റാൻഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും സ്പേസ് സേവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അഥവാ അവിടെ അത്രയും സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ കോർണറിൽ ഫിറ്റ് ചെയ്യുന്ന, അതായത് ആ കോർണറിലുള്ള വോളിൽ ഫിറ്റ് ചെയ്യുന്ന സ്റ്റാൻഡ് കിട്ടും. അതിലാവുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യമുള്ള ഇപ്പം ടൂത്ത് ബ്രഷ്, പേസ്റ്റ്, അതേപോലെ തന്നെ ഫേസ് വാഷ്, മൗത്ത് വാഷ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, ഇപ്പം അത്യാവശ്യം ടിഷ്യൂ ഒക്കെ വേണമെങ്കിൽ ഒക്കെ തന്നെ ഈ ഒരു കോർണർ സ്റ്റാൻഡിൽ വെക്കാം. അപ്പോൾ നമ്മൾക്ക് വാഷ്റൂമിൽ നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എളുപ്പത്തിന് എടുക്കാനും വെക്കാനും ഒക്കെ ഒരു സൗകര്യമായിരിക്കും. ഒരു ക്വിക്ക് മേക്കപ്പിന് വേണ്ടിയിട്ടും ഈ ഒരു സ്റ്റാൻഡിൽ നമ്മൾക്ക് സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ എളുപ്പമായിട്ട് ചെയ്യാമല്ലോ. ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും പിന്നെ നമ്മൾ റൂമിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മളൊരു റൂമിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ കുറച്ച് ടൈഡി ആയിട്ട് ഇരിക്കുവാണെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു കൗണ്ടർ ടോപ്പ്, അത് ഏത് തരത്തിലുള്ള കൗണ്ടർ ടോപ്പാണ് ആ റൂമിലുള്ളതെങ്കിലും അത് ടൈഡി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് ആ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികളുടെ റൂമിലൊക്കെ ആണെങ്കിൽ അവരുടെ ഒരു ടേബിൾ ഉണ്ടാവുമല്ലോ, നമ്മൾ എത്ര പ്രാവശ്യം അവരുടെ അടുത്ത് അത് ബുക്സൊക്കെ അടുക്കി വെക്കണം എന്ന് പറഞ്ഞാലും അവർ വെച്ച് വരുമ്പോഴത്തേക്കിനും അത്രയ്ക്കൊരു ടൈഡി ആവണം എന്നില്ല. ആ സമയങ്ങളിൽ ഇടയ്ക്കൊക്കെ നമ്മൾ ആ ഭാഗത്തൊന്ന് കൈ കടത്തി കഴിഞ്ഞാൽ ക്വിക്കായിട്ട് തന്നെ ഒരു ചേഞ്ച് ആ റൂമിൽ കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് നമ്മൾക്ക് ഓർഗനൈസിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇവിടെ ഞാൻ ഇതേപോലെയുള്ള ഒരു ഓർഗനൈസേഴ്സ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾക്കിപ്പം കബോർഡിലൊക്കെ, ഇപ്പോൾ കിച്ചണിലെ കബോർഡ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ വെക്കുന്ന വാർഡ്രോബിലാണെങ്കിലും ഒക്കെ ആ ഒരു ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഒന്ന് കയറ്റി വെക്കാനായിട്ട് ഇതേപോലെയുള്ള ഓർഗനൈസറെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഓർഗനൈസർ എന്ന് പറയുന്നത് ആ ഒരു കബോർഡിൻ്റെ തട്ടിൽ അല്ലെങ്കിൽ വാർഡ്രോബിൻ്റെ ഒക്കെ തട്ടിലേക്ക് നമുക്കിങ്ങനെ കയറ്റി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടേക്ക് ഇപ്പം ചെറിയ പേഴ്സൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് വെക്കാം. ഇപ്പം നമ്മൾ വാർഡ്രോബിലാണെങ്കിൽ, ഇനി അതല്ല കിച്ചണിലാണെങ്കിൽ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്ത ഹാക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ക്ലോത്ത്സിൻ്റെ ഏരിയയിലുള്ളതാണ്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പലപ്പോഴും പറ്റിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സോക്സിൻ്റെ ഒക്കെ പെയർ ചിലപ്പോൾ നമ്മൾ ഇടാനായിട്ട് നോക്കുന്ന സമയത്ത് കാണാറുണ്ടായിരിക്കത്തില്ല. അപ്പോൾ എപ്പോഴൊക്കെ ഈ സോക്സ് വെക്കുന്ന സ്ഥലത്തേക്ക് വെക്കുന്നുണ്ടോ അത് പെയർ ഉണ്ടെങ്കിൽ മാത്രമേ വെക്കാവുള്ളൂ എന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ചില സോക്സിൻ്റെയൊക്കെ പെയർ ഒരു പ്രാവശ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ നാൾ നമ്മൾ അതിൻ്റെ മറ്റേ ജോഡി വെച്ചിട്ടുണ്ടെങ്കിലും അത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ സോക്സ് വെക്കുന്ന സ്ഥലത്ത് പെയർ ഉണ്ടെങ്കിൽ മാത്രം അതവിടെ വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരെണ്ണം മാത്രമായിട്ടുള്ളതിനെ അവിടെ നിന്ന് മാറ്റി നിർത്തിയേക്കുക. അടുത്ത ഹാക്ക് കിച്ചണിലെ ഓർഗനൈസിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾക്ക് പല തരത്തിലുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെയൊക്കെ മൂടി ഉണ്ടാകും അല്ലേ. അപ്പോൾ ഈ മൂടി ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതാണ് കുറച്ച് പാടായിട്ടുള്ളത്. കാരണം നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കിനും അപ്പോൾ തന്നെ നമുക്ക് ആ പാത്രത്തിന് അതിൻ്റെ വലിപ്പത്തിന് യോജിച്ച രീതിയിലുള്ള മൂടി പെട്ടെന്ന് കിട്ടുകയും വേണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഇങ്ങനൊരു ഓർഗനൈസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് സുഖമായിട്ട് കുറച്ച് മൂടികൾ വെക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഓർഗനൈസറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ഇതിൻ്റെ സൈസ് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇതിങ്ങനെ നമുക്കൊരു മൂടിയെ വെക്കേണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ എടുത്തിട്ട് കുഞ്ഞു സാധനമായിട്ട് നമ്മളുടെ ഏതെങ്കിലും ഡ്രോവറിൽ വെക്കാം. ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കേണ്ടപ്പോൾ ഈ നമ്മൾ വെക്കുന്ന മൂടികളുടെ വലുപ്പം അനുസരിച്ച് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാനായിട്ട് പറ്റും. അടുത്തത് നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷും മോപ്പും ഒക്കെ തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഇതേപോലെ ഒരു മോപ്പ് ഓർഗനൈസർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു സ്പ്രിങ് ആക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനൊരു ടൈറ്റ്നസ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ സ്റ്റിക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളൂ കേട്ടോ. നമ്മൾക്ക് കിച്ചണിലൊക്കെ സ്പേസ് കുറവാണെങ്കിൽ ഈ ഫ്ലോറിലേക്ക് തന്നെ നമ്മൾ ഈ മോപ്പും ബ്രഷും ഒക്കെ വെച്ച് വരുമ്പോഴത്തേക്കിനും നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഇത് താഴെ വീഴും. പിന്നെ അഥവാ നമ്മൾ ഈ ഡോറിൻ്റെ ബാക്കിലൊക്കെ വെച്ചേക്കുന്നെങ്കിൽ ഡോർ അടയ്ക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ഇതെല്ലാം കൂടെ അങ്ങ് കൂടിക്കിടക്കും. അതിന് പകരം ഇങ്ങനൊരു ഓർഗനൈസർ ആണെങ്കിൽ ഇത് ഫ്ലോറിൽ ടച്ച് ചെയ്യുന്നില്ല, നമ്മളിതിനെ വോളിൽ ഹാങ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. ഈ ഹാക്കിൽ ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റെടുക്കാം. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള ഡ്രോവർ ഉണ്ടാവുമല്ലോ,
ആ ഡ്രോവർ മെസ്സി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ക്വിക്കായിട്ട് ഒരുങ്ങി പോവേണ്ട സമയത്ത് അന്വേഷിക്കുന്ന പല സാധനങ്ങളും കണ്ടുകിട്ടത്തില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് ഒരു ഓർഗനൈസേഴ്സും വാങ്ങിയിട്ടൊന്നുമില്ല. പല സമയങ്ങളിലായിട്ട് നമ്മൾക്കിപ്പോൾ ഈ ചോക്ലേറ്റ്സിൻ്റെയോ അങ്ങനെയൊക്കെ കിട്ടുന്ന ബോക്സസ് ഉണ്ടല്ലോ, നല്ല ബോക്സസ് ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് സെപ്പറേഷനൊക്കെ ഉള്ള ബോക്സസ്. അപ്പം അതൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങളാണ്. നമ്മളുടെ സ്കാർഫിൽ കുത്തുന്ന പിന്ന്, അതേപോലെ തന്നെ സേഫ്റ്റി പിൻ, ബോബി പിൻ ഒക്കെ വേണം. അതേപോലെ നമ്മളുടെ ഹെയറിൽ യൂസ് ചെയ്യുന്ന ബാൻഡ്. അപ്പോൾ അതൊക്കെ അത്യാവശ്യമാണ്. നമ്മൾക്ക് അത് തപ്പിക്കൊണ്ട് രാവിലെ നടക്കാനുള്ളൊരു സമയമൊന്നും ഉണ്ടാവത്തില്ല. അതേപോലെ ഇവിടെ ഞാൻ റിങ്സ് വെക്കാൻ വേണ്ടിയിട്ടും ഒരു ഓർഗനൈസർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓർഗനൈസർ ഞാൻ വാങ്ങിയതല്ല, എയർ ഡ്രൈ ക്ലേ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിന് 2 ഹാൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഫാൻസി റിംഗ് ഒക്കെ ഇല്ലേ, അപ്പോൾ അത് അതിൽ കൊളുത്തിയിടാനായിട്ട് പറ്റും. ഇതിൽ എല്ലാ സാധനങ്ങളും എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നൊന്നും അല്ലെങ്കിലും നമ്മൾക്ക് വേണ്ടിയ സാധനങ്ങൾ ഒറ്റ നോട്ടത്തിൽ തന്നെ എവിടെയാണ് ഇരിക്കുന്നതെന്നും ഒക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടും. അപ്പം ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ എന്തായാലും മറക്കാതെ ചെയ്തിട്ട് അഭിപ്രായം എന്നെ അറിയിക്കണം കേട്ടോ. അതിന് ശേഷമുള്ള കുറച്ച് ദിവസങ്ങൾ രാവിലെ ഒരുങ്ങി പോകുന്ന സമയത്ത് എത്ര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അടുത്തൊരു ഹാക്കും നമ്മൾ നേരത്തെ സോക്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് ബോക്സസ് ഒക്കെ ഉണ്ടാവും അല്ലേ. അതായത് ഒന്നെങ്കിൽ നമ്മൾ ഈ ടിഫിൻ ബോക്സസ് കൊണ്ടുപോകുന്ന ബോക്സസ് ഉണ്ടാവും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഫ്രിഡ്ജിലേക്ക് സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബോക്സസ് ഉണ്ടാവും. അപ്പം അത് വെക്കുന്ന ഏരിയയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലിഡ് ഉണ്ടെങ്കിൽ മാത്രം അത് അങ്ങോട്ടേക്ക് വെച്ചാൽ മതി എന്ന് ഉള്ളൊരു തീരുമാനം എടുക്കുവാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത പാത്രങ്ങൾ ഒഴിവാക്കാനും പറ്റും. ഉപയോഗമില്ലാത്ത പാത്രങ്ങൾ കേട്ടോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ നമ്മൾക്കിപ്പം രാവിലെ ടിഫിൻ റെഡിയാക്കുന്ന സമയത്ത് ക്വിക്കായിട്ട് തന്നെ പാത്രങ്ങൾ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ വൈകിട്ട് നമ്മൾ ഈ ഫ്രിഡ്ജിലേക്ക് ഇപ്പം ലെഫ്റ്റ് ഓവർ ഐറ്റംസ് ഒക്കെ വെക്കുന്ന സമയത്തും നമ്മൾക്ക് പെട്ടെന്ന് തന്നെ പാത്രങ്ങൾ തപ്പിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പോൾ കിച്ചണിലാണെങ്കിലും അല്ലെങ്കിൽ റൂമിനൊക്കെ ആണെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് മൈക്രോ ഫൈബർ ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പം അതിൽ നമ്മളുടെ കയ്യിൽ ഉള്ളതെല്ലാം തന്നെ നമ്മൾ ഒരു സമയം ഉപയോഗിക്കുന്നുണ്ടാവത്തില്ല. അറ്റ് എ ടൈം ചിലപ്പോൾ 2-3 എണ്ണം ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതല്ലാതെ നമ്മളുടെ കയ്യിൽ എക്സസ് ആയിട്ടുള്ള നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്തിട്ട് ഇതിനെല്ലാം ഒരു സ്ഥലത്ത് ഒരു ബാസ്ക്കറ്റിലാക്കി വെക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനെ നമ്മൾ വാഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മാറ്റുന്ന സമയത്ത് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ അത് വെക്കുമ്പോഴത്തേക്കിനും ഇവിടെ ഞാൻ റോൾ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുകളിൽ നോക്കുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഹാക്ക് എന്ന് പറയുന്നത് നമ്മൾക്ക് ഉള്ള എല്ലാ ബെഡ്റൂമിലും ഒരു ലോണ്ട്രി ബാഗ് വെച്ച് കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 2 ബെഡ്റൂമാണ് ഉള്ളതെങ്കിൽ ആ 2 ബെഡ്റൂമിലും ഓരോ ലോണ്ട്രി ബാഗ് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന ഡ്രസ്സ് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോവാനും പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പം വീക്കെൻഡിലൊക്കെയോ അല്ലെങ്കിൽ 3-4 ദിവസം കൂടുമ്പോഴാണ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതെങ്കിൽ ആ മുഷിഞ്ഞ ഡ്രസ്സിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു സ്ഥലം കിട്ടുക എന്നുള്ളതാണ്. അതല്ലാതെ ഇപ്പം ബെഡ്റൂമിലില്ലാതെ ഒരു വാഷിംഗ് മെഷീൻ എവിടെയാണോ ഉള്ളത് അതിൻ്റെ അടുത്ത് മാത്രമാണ് ഒരു ലോണ്ട്രി ബാഗ് ഉള്ളതെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ ബെഡ്റൂമിൽ ചെന്നാൽ അവിടെ മുഷിഞ്ഞ ഡ്രസ്സും മാറിയ ഡ്രസ്സും ഒക്കെ പല സ്ഥലങ്ങളിലായിട്ട് കിടപ്പുണ്ടാവും. അടുത്ത ഹാക്ക് നമ്മളുടെ കിച്ചന് വേണ്ടിയിട്ടുള്ളതാണ്. കിച്ചണിലെ ഒരു പാൻട്രി ഏരിയ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബോട്ടിൽസിനെല്ലാം ഒന്ന് ലേബൽ ചെയ്യാം. എല്ലാ ബോട്ടിൽസും വേണമെന്നില്ല, പക്ഷെ ചില ബോട്ടിൽസിൽ നമുക്ക് കാണുമ്പോഴത്തേക്കിനും പുറത്ത് നോക്കുമ്പോൾ മനസ്സിലാവാത്ത സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരേ ടൈപ്പിലുള്ള അല്ലെങ്കിൽ ഒരേ കളറിലുള്ള പൊടികളൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പം ഇത് ഏതാണെന്ന് ചിലപ്പോൾ തുറന്നു നോക്കി മണത്ത് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ബോട്ടിൽസിൽ നമ്മൾക്ക് ഒന്ന് ലേബൽ ചെയ്യാം. അപ്പോൾ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലേബിൾസ് വാങ്ങാനായിട്ട് കിട്ടും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ വൈറ്റ്നർ യൂസ് ചെയ്തിട്ടും ലേബൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ലേബൽ ഇല്ലാതിരുന്ന സമയത്ത് അപ്പം അങ്ങനെ വൈറ്റ്നർ യൂസ് ചെയ്തിട്ട് ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള സാധനം തീരുമ്പോഴത്തേക്കിനും നമുക്ക് ഈസി ആയിട്ട് ആ വൈറ്റ്നറും കൊണ്ട് ചെയ്തിട്ടുള്ളതിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം ഞാൻ ഇതേപോലെ വൈറ്റ്നർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം മിക്കവാറും സെയിം തിങ് തന്നെയായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഇടുന്നത്. ഇനി അതല്ല വേറെ സാധനമാണ് ഇടുന്നതെങ്കിൽ എളുപ്പത്തിന് ഈ വൈറ്റ്നറും കൊണ്ട് എഴുതിയേക്കുന്നത് പൊയ്ക്കോളൂ കേട്ടോ. ഒന്ന് ചുരണ്ടി കഴിഞ്ഞാൽ അത് പോയി കിട്ടും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എവറിഡേ ലൈഫിൽ ഉപകാരപ്പെടുന്ന കുറച്ച് ഹോം ഹാക്സ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.